അങ്ങ് കണ്ണൂരിലെ പാലത്തായി എന്നൊരു ഗ്രാമം. എവിടെയോ ഒരു കുട്ടിയുടെ അലറിക്കരച്ചിൽ കേൾക്കുന്നു. ആരോ കഴുത്തിൽ ബലമായി പിടിച്ചതുപോലെയുള്ള അലറിക്കരച്ചിൽ. എവിടെയാണത്? എൻ്റെ ചെവികൾ, ശബ്ദം കാറ്റ് കൊണ്ടുവരുന്ന വഴിയിലേക്ക് എൻ്റെ ചെവികൾ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കുന്നു. അങ്ങ് പാലത്തായിലെ ഒരു സ്കൂൾ മുറ്റം. ആ സ്കൂൾ മുറ്റം കടന്നു കഴിഞ്ഞുകൊണ്ട് അത് ബാത്റൂമിൻ്റെ വീതിയിലേക്ക് ആ ശബ്ദം എന്നെ ആനയിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ നെട്ടിക്കുന്ന ഒരു കാഴ്ച. മോളെ, എവിടെ എൻ്റെ മോള്? എവിടെ എൻ്റെ മോള്? മോളെ, എവിടെയോ എൻ്റെ മോളെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എവിടെയാണ് മോളെ? എൻ്റെ മോളെ നശിപ്പിച്ചവർക്ക് വേണ്ടി കഴിഞ്ഞ 6 വർഷമായി ഞാൻ നിയമപരമായി പൊരുതുന്നു. നിയമത്തിൻ്റെ ഒരു കണിക പോലും എനിക്ക് തന്നില്ല. ഒടുവിൽ ദൈവമുണ്ടെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ മോളെ വളരെ ക്രൂരമായി പൈശാചികമായി പീഡിപ്പിച്ച ആ മനുഷ്യ ചെകുത്താന് ഇപ്പോഴെങ്കിലും നിയമം കനിഞ്ഞല്ലോ. നിയമം അവനിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തല്ലോ. അത് മതി. എൻ്റെ മോളുടെ കണ്ണീര്, എൻ്റെ മോളുടെ വേദന സഹിച്ച ആ വികാരം, എൻ്റെ മോളുടെ സങ്കടം ഇന്നെനിക്ക് സമാധാനമായി. ഈ മഹാനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പാലത്തായിലെ പത്മരാജൻ എന്ന പപ്പൻ മാഷ്. പാലത്തായിലെ ഒരു പിഞ്ചു മുസ്ലിം കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച, ഒന്നിലേറെ തവണ പീഡിപ്പിച്ച ഈ മനുഷ്യനെ കഴിഞ്ഞ 6 വർഷമായി നീതിയും നിയമവും ജുഡീഷ്യറി പോലും ഇവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? ആരെ രക്ഷിക്കുവാൻ വേണ്ടി? ഒരു ബലാത്സംഗ പീഡകനെയോ? ഒരു ചെറിയ പെൺകുട്ടിയെ ഇവൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പോലീസ് സ്റ്റേഷനും നാട്ടുകാരുമെല്ലാം അറിഞ്ഞപ്പോൾ ഇവൻ ഓടി രക്ഷപ്പെട്ടു. 4 മാസത്തോളം പോലീസ് ഇവൻ്റെ പിറകിലായിരുന്നു. അവസാനം കണ്ണൂരിലെ BJPയുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്നുമാണ് ഇവനെ പോലീസ് കൈയോടെ പൊക്കിയത്. അതുവരെ ഈ ബാലപീഡകന് സ്വന്തം മക്കളുടെ അച്ഛനമ്മമാർ ഇവന് സംരക്ഷണം കൊടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന നിങ്ങളുടെ പൊന്നു മക്കൾക്ക് ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ഇപ്പോൾ കുറേ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട്. പത്മരാജൻ മാഷ്, പപ്പേട്ടൻ തെറ്റുകാരനല്ലെങ്കിൽ നീണ്ട 4 മാസം എന്തിനു ഒളിവിരുന്നു? സ്വന്തം നിരപരാധിത്വം തെളിയിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് തെളിയിച്ചില്ല? അവിടെയാണ് പത്മരാജൻ കൊടും ബലാത്സംഗ വീരനെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ പോലീസുകാർക്കെല്ലാം മനസ്സിലായി. പിന്നീട് ആർക്കോ വേണ്ടിയുള്ള ചരട് വരികളാണ് അവിടെ നടന്നത്. ഇന്ന് പത്മരാജൻ പിടിക്കപ്പെട്ടപ്പോൾ കുടുംബിനിയായ കുലടയായ സ്ത്രീകൾ പുറത്തു വന്നിരിക്കുന്നു. പപ്പേട്ടൻ നിരപരാധിയാണ്. പപ്പേട്ടന് പരോൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് പത്മരാജനെ കൂട്ടി 1 മാസം നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കൂ. എന്നിട്ട് നിങ്ങൾ പത്മരാജന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കും.